അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു കൊച്ചു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നോക്കിയിട്ടും വിവാഹമൊന്നും നടക്കാതെ നിരവധി ചെറുപ്പക്കാർ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതിൽ ആണുണ്ട്, പെണ്ണുണ്ട്. എല്ലാവർക്കും അനുയോജ്യമായ രീതിയിലുള്ള വിവാഹ കാര്യം ഒത്തുവരുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നോക്കാം. നമ്മൾ ആദ്യമായി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. വിവാഹം നിങ്ങൾ ശരിയായ രീതിയിൽ നോക്കുക. നമ്മുടെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടുന്ന, നമ്മുടെ കുടുംബവുമായി ഇണങ്ങിച്ചേരുന്ന, നമുക്ക് നമ്മുടെ സാമ്പത്തിക രീതിയുമായി പൊരുത്തപ്പെടുന്ന ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾ വിവാഹം ആലോചിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. തുടർന്നുള്ള ജീവിതത്തിനും മുന്നോട്ടുള്ള ഗമനത്തിനും അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ രീതികളുമായി പൊരുത്തപ്പെടുന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. അത്തരം കുടുംബങ്ങളിൽ പോയി വിവാഹാലോചന നടത്തുക. അതുപോലെ തന്നെ ഒക്കെ നടക്കും എന്ന് കരുതി നിങ്ങൾ ഇരിക്കാതിരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? അതിനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒപ്പം ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. അതിന് പറ്റിയ 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുമ്പും ഇതുപോലെ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ നമുക്ക് വിവാഹം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചൊല്ലിയാൽ വിവാഹം സാധ്യമായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ജോലിപരമായിട്ടുള്ള വിഷമങ്ങൾ മാറിക്കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല ജോലി നേടിയെടുക്കുന്നതിനും ഈ ദിക്ർ ചൊല്ലിയാൽ നല്ലതാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവുമൊക്കെ നിങ്ങൾ കഴിയുന്നത്ര ഇത് പതിവാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതുപോലെ രണ്ടാമതായി പറയുന്ന ഒരു കാര്യമാണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് എന്തുദ്ദേശം കൊണ്ടാണോ ആ ഉദ്ദേശം നടപ്പിലാക്കപ്പെടുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഏത് സദുദ്ദേശവും നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് യാസീൻ സൂറത്ത് ഓതാം. അപ്പോൾ യാസീൻ സൂറത്ത് നിങ്ങൾ ഏത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഓതുന്നത് ആ ഉദ്ദേശം സഫലീകരിക്കപ്പെടുമെന്നാണ്. അപ്പോൾ നിങ്ങൾ രാവിലെയും വൈകിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാര ശേഷമോ മഗ്‌രിബ് നിസ്കാരാനന്തരമോ ഒക്കെ ഒരു യാസീൻ വീതം ഓതി അള്ളാഹുവേ എൻ്റെ വിവാഹ ആലോചനകൾ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒന്നും ഒത്തു കിട്ടുന്നില്ല, അതൊന്ന് അനുയോജ്യമായ രീതിയിൽ എത്തിച്ചു തരണേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു അത് കേൾക്കും. കാരണം അള്ളാഹുവിൻ്റെ കലാം മുൻനിർത്തി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരാതിരിക്കില്ല. അങ്ങനെയുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കൂ. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നടന്നിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കുക. ഫലം നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. നിങ്ങളുടെ ഇഖ്ലാസ്, നിങ്ങളുടെ ഈമാന്, നിങ്ങളുടെ വിശ്വാസം എങ്ങനെയുണ്ട് അതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ലൈക്ക് ഈ വീഡിയോയുടെ തുടർന്നുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എവിടെ നിന്നാണ് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടി എന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല ആലിമീങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും കിട്ടിയ അറിവ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ വലിയ പണ്ഡിതനോ ഒന്നുമല്ല. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതിക്കൊണ്ടാണ് വീഡിയോകൾ ഓരോന്നും ചെയ്യുന്നത്. നിങ്ങളുടെ
സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.